മുഴുത്ത അയിലിട്ട് നല്ല ഗ്ലാമർ ഉള്ള അയില കണ്ടുണ്ടാ പഠിക്കുന്നുണ്ടാ പഠിക്കുന്നുണ്ടാ അങ്ങനെ ഇന്നൊരു പരിപാടി അങ്ങ് ചെയ്യണം. അടിച്ച് പൊളിച്ചിട്ട് ഒരു കറി അങ്ങ് വെക്കാം. ഓക്കെ ബൈ. ചേങ്ങാട്ട് ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം അയല മുളകിട്ടത്. നമ്മുടെ സൂപ്പറായിട്ട് അയല മുളകിട്ട് എങ്ങനെ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ ഫ്രണ്ട് അസീസിനോട് മേടിച്ച അയലാണ്. നല്ല പെട്ടയ്ക്കുന്ന അയല കേട്ടോ, നല്ല പെട്ടയ്ക്കുന്ന അയലാണ്. ഇവനെ ഇന്ന് ഞാനങ്ങോട്ട് കഴുകി നല്ല വൃത്തിയാക്കി ക്ലീൻ ആക്കിയിട്ട് ഇവനെല്ലാം മുളകൊക്കെ പാക്കിയിട്ട് അടിച്ച് പൊളിച്ചിട്ട് ഒരു കറിയൊക്കെ വെക്കാം. ഓക്കെ, നമുക്കിനി അടുക്കളയിലേക്ക് പോകാം. അയല നല്ല വൃത്തിയായി കഴുകി നല്ല ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പം അയല നമ്മൾ വൃത്തിയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ആ കറുത്ത പാട് ഒരിക്കലും പാടില്ല. അതിൻ്റെ ഉള്ളിലുള്ള കറുത്ത പാടുകൾ മുഴുവൻ നമ്മൾ മാറ്റി നല്ല വൃത്തിയാക്കി നല്ല ഭംഗിയാക്കി നമ്മൾ വെച്ചിരിക്കുകയാണ്. ആ കറുത്ത പാട് ഒരിക്കലും വരാൻ പാടില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ വിനാഗിരി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിനാഗിരി ഉപയോഗിച്ചാണ് ഇത് കഴുകി വൃത്തിയാക്കിയത്. അപ്പോൾ വിനാഗിരി ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുമ്പോൾ ഇതിൻ്റെ പുറത്തുള്ള ആ മായങ്ങൾ എന്തെങ്കിലും പോകും, അതിൻ്റെ അഴുക്കൽ എല്ലാം നമുക്ക് പൂർണ്ണമായിട്ട് പോകും. നമുക്ക് വിനാഗിരി ഇല്ലെങ്കിൽ ഇച്ചിരി കല്ലുപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇത് ചട്ടിക്കകത്തിട്ട് വരച്ച് കഴിഞ്ഞാൽ ആ അഴുക്കളൊക്കെ നന്നായിട്ട് പോകുന്നതാണ്. അപ്പോൾ ഇനിയാണ് നമ്മൾ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി ഇരിക്കുന്നു. ഇനിയാണ് നമ്മൾ ഇത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഈ അയലക്കറിയിലേക്ക് വേണ്ടതെന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിരിക്കുകയാണ്. ആ ജാറിലേക്ക് ഞാൻ ഒരു കുഞ്ഞ് ടേബിൾ സ്പൂണ് ഇഞ്ചിയും അതേപോലെ തന്നെ വെളുത്തുള്ളിൻ്റെ പേസ്റ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇഞ്ചി ആണെങ്കിൽ ഇഞ്ചി കഷ്ണമാണെങ്കിൽ ഒരു ചെറിയ ഇഞ്ചി കഷ്ണം, അതേപോലെ തന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളിയുടെ കഷ്ണം എടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ചിലർ മല്ലിപ്പൊടി ഉപയോഗിക്കും, ചിലർ ഉപയോഗിക്കില്ല. ഞാൻ ഉണ്ടാക്കുന്ന ഇന്നത്തെ അയലക്കറിക്ക് മല്ലിപ്പൊടി ഞാൻ ഉപയോഗിക്കും. ഒരു ചെറിയ സ്പൂണ് മല്ലിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതേപോലെ ഒരു കുഞ്ഞ് സ്പൂണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുകയാണ്. ഇനി 3 എണ്ണം ഉണ്ട് ഞാൻ ആഡ് ചെയ്യുന്നത്. ഈ നമ്മൾ അല്പം കടുക് ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. ഈ കടുക് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് വാങ്ങിയിരിക്കുന്ന മീൻ എന്തെങ്കിലും ചീച്ചിലോ അല്ലെങ്കിൽ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയാണ് ഞാൻ ഈ കടുക് എടുത്തിരിക്കുന്നത്. ഒരു നുള്ള് നമ്മൾ കൈക്ക് ഒരു നുള്ള്, അതേപോലെ തന്നെ ഒരു നുള്ള് ഉലുവായി എടുത്തിട്ടുണ്ട്, ഒരു നുള്ള് പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്. ഇത് 3ഉം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇനി 2 ടേബിൾ സ്പൂണ് ഞാൻ കാശ്മീരി മുളക് പൊടി, ഇപ്പോൾ എരിവ് കുറവായ കാശ്മീരി മുളക് പൊടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. 2 ടേബിൾ സ്പൂണാണ് മുളക് പൊടി എടുത്തിരിക്കുന്നത്. ഇപ്പോൾ വിചാരിക്കും എൻ്റെ ദൈവമേ എളുപ്പം ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ മീൻ കറിക്ക് ഇത്രയും സാധനങ്ങൾ വേണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ഇതിലേക്ക് നമ്മൾ ഒരു കുഞ്ഞ് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കുക. വളരെ കുറച്ച് മതി, ഒത്തിരി ഒഴിക്കല്. കണസ എണ്ണ അധികം ഉപയോഗിക്കാൻ പാടില്ല. ഇത്രയും എണ്ണ നമ്മൾ ഒഴിച്ചു. ഒരു സ്പൂണ് പച്ചവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കും. നമ്മളിതാ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇത് ഇനി അതിൻ്റെ ഒരു പകുതി ഭാഗം നമ്മൾ എടുക്കുന്നു. പകുതി ഭാഗം എടുത്തിട്ട് നമ്മുടെ ഈ കഴുകി വൃത്തിയാക്കി വെച്ച അയലയിലേക്ക് നമ്മൾ ശരിക്കും അങ്ങോട്ട് പരത്തി കൊടുക്കുന്നു. അതിൻ്റെ എല്ലാ ഭാഗത്തും വരത്തക്ക രീതിയിൽ നമ്മൾ അകത്തും പുറത്തും എല്ലാം വരത്തക്ക രീതിയിൽ നല്ല ഭംഗിയായിട്ടും നല്ല വൃത്തിയായിട്ടും നമ്മൾ ഇത് പരത്തി ഒരു 20 മിനിറ്റ് നേരം നമ്മൾ ഇത് ഒരു ഫ്രീസ് ചെയ്യാൻ പോകുക എന്ന് പറഞ്ഞാൽ മൈൻറ്റൈൻ ചെയ്യാൻ വേണ്ടി ഒരു 20 മിനിറ്റ് നമ്മൾ വെക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇത് ചെയ്തതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഉള്ളി പൊളിക്കുക, അത് വഴറ്റുക, അങ്ങനത്തെ പണി ചെയ്യുമ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സമയവും ലാഭമാണ്. വേഗം നമുക്ക് മീൻകറി നമുക്ക് ശരിയാവുകയും ചെയ്യും. അപ്പം ഇങ്ങനെ പരത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്കെന്താ വെച്ചാൽ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഇത് നന്നായിട്ട് പിടിച്ച് നല്ല ഭംഗിയിൽ ഇത് ശരിയായ രീതിയിലിരിക്കും. അപ്പം നമ്മളെന്ന് വെച്ചാൽ ഇതേ സമയത്ത് തന്നെ പാകത്തിന് അല്പം ഉപ്പോട് കൂടി നമ്മൾ ഒരു സ്പൂണ് പാകത്തിന് ഉപ്പ്. അപ്പോൾ അതിന് അവരൊരു അളവില്ലേ. ഞാൻ ഒരു 1/2 കിലോ അയലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്കാണ് ഞാനിത് ബാക്കി എല്ലാ മസാലക്കൂട്ടും എടുത്തിരിക്കുന്നത്. അപ്പം അതിന് പാകത്തിന് ഉപ്പോട് കൂടി പരട്ടി ഒരു 15-20 മിനിറ്റ് സമയം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലെല്ലാം നല്ല ഭംഗിയിൽ മസാല പിടിച്ച് നല്ല ഇതിലേക്കിരിക്കും. ഓക്കെ, ഞാൻ ചൂടായ പാനിലേക്ക് 1 ടീസ്പൂണ് വെളിച്ചെണ്ണയും അതുപോലെ ഒരല്പം കടുകും 2 പച്ചമുളകും ഇട്ട് അത് ഏകദേശം ചൂടായിക്കൊണ്ടിരിക്കുകയാണ്.
അതുപോലെ 2 തണ്ട് കരിവേപ്പില ഇട്ടു. അതിലേക്ക് ഞാനിതാ ഒരു 100 ഗ്രാം ചെറിയ ചുമന്നുള്ളി, 100 ഗ്രാം ചുമന്നുള്ളി, അത് കട്ട് ചെയ്തില്ല, കട്ട് ചെയ്യാത്ത 100 ഗ്രാം ചുമന്നുള്ളി ഇടണം. ഇത് വഴന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നു. നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു ചെറിയ തക്കാളി കുഞ്ഞുകുഞ്ഞ അരിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ഇടുകയാണ്. അപ്പോൾ നമ്മൾ ഈ തക്കാളി വൈകിനാണ് കാരണം എന്ന് വെച്ചാൽ, ഈ തക്കാളി ആദ്യം ഇട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം വഴന്നു വരാൻ വേണ്ടി സമയം കുറേ വൈകും. അപ്പോൾ തക്കാളിക്കാണെങ്കിൽ അധികം താമസമില്ല. അതുകൊണ്ട് ലാസ്റ്റ് നമ്മൾ ബാക്കി എല്ലാം വഴന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ തക്കാളി ഇടുന്നത്. നമ്മുടെ തക്കാളി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ബാലൻസ് ഉള്ള ആ മുളകിൻ്റെ മസാലക്കൂട്ടോട് കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് ഇത് അങ്ങ് ഇളക്കിയതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിലേക്ക് ഞാൻ കുടംപുളിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഏറ്റവും നല്ലത് മീൻകറി വെക്കാൻ ഏറ്റവും നല്ലതും അതിൻ്റെ ഏറ്റവും രുചികരമായിട്ട് കുടംപുളി ഇട്ട് മീൻകറി വെക്കുവാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ കല്യാണത്തിനൊക്കെ കുടംപുളി ആദ്യം വെള്ളത്തിലിട്ട് അതിൻ്റെ നന്നായിട്ട് അതിൻ്റെ ഉറ വന്നതിന് ശേഷം ആ പുളി മാറ്റിയിട്ട് ആ വെള്ളം ഒഴിച്ചാണ് കല്യാണത്തിനൊക്കെ ഇതുണ്ടാക്കുന്നത്. നമുക്ക് ഇനിയിപ്പോൾ കുടംപുളി ഇല്ലാത്തവർ ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ നമ്മൾ വാളംപുളി എടുക്കുക. അതിനുശേഷം ആ വാളംപുളി നമ്മൾ ഒരു ചെറിയ ഗ്ലാസ്, എന്നിട്ട് ഒരു കുഞ്ഞു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇടുക. ആ ഒരു 10 മിനിറ്റിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതിന് അത് പിഴിഞ്ഞ് എടുത്ത് നമ്മൾ ഈ മീൻകറിയിലേക്ക് ഇടുക. അപ്പോൾ ഞാൻ 2 കുടംപുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ കുടംപുളി ഇതിനകത്ത് ആഡ് ചെയ്യുന്നു. ഇപ്പോൾ തന്നെ ഞാൻ ചെയ്യണം, കുറച്ച് ചൂടുവെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ചൂടുവെള്ളത്തോടു കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിക്കുന്നു. ഈ കാരണം ചൂടുവെള്ളം എടുക്കാൻ കാരണം വെച്ചാൽ പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് ലഭിക്കില്ല. ഇനി നമ്മൾ ഇപ്പോൾ ഏകദേശം ഇത് നന്നായിട്ട് തിളച്ച് വന്നു. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ അയല നമ്മൾ ഇതിലേക്ക് നമ്മളിപ്പം ആഡ് ചെയ്യുകയാണ്. അതിനുശേഷം അപ്പോൾ നമ്മൾ നന്നായിട്ട് വെട്ടി തിളച്ച് കഴിഞ്ഞു. നമ്മൾ അതിലേക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചാൽ നമ്മുടെ അയല പീസ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ട 2-3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഈ കുടംപുളി കുറച്ച് നേരത്തെ തന്നെ അതിൻ്റെ ഉറ ഇറങ്ങാൻ വേണ്ടി ഒരു അല്പം വെള്ളത്തിൽ നേരത്തെ തന്നെ ഇട്ട് വെക്കാം. അങ്ങനെയാകുമ്പം ഇത് വേഗം നമുക്കിതാവും. അപ്പം നമ്മൾ ഇതെല്ലാമായി. ഇനി നോക്കേണ്ടത് ഇനി ഉപ്പുണ്ടോ എന്ന് നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മൾ ഒരു അല്പം ഉപ്പ് ഇതിന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് അടച്ചു വെക്കുക. ഒരു 10 മിനിറ്റ് സമയം നമ്മൾ അടച്ചു വെക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഇറക്കുകയൊന്നും ചെയ്യില്ലേ. ഈ 10 മിനിറ്റ് അങ്ങ് അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ തുറന്നിട്ട് നമ്മൾ അതിൻ്റെ ഉപ്പിൻ്റെ നോക്കുക, മറ്റ് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ആ 10 മിനിറ്റ് നേരം ഇതേപോലെ തന്നെ ഫ്രഷ് ആയിട്ട് ഇതിങ്ങനെ അടഞ്ഞിരുന്നാൽ മതി. എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട്. നന്നായിട്ട് ചാറൊക്കെ വറ്റി ഏകദേശം നല്ല കൊഴുത്ത പരുവത്തിലേക്ക് നമ്മുടെ മീൻകറിയായി. ഇനി നമ്മളിത് ഡൈനിങ് ടേബിളിലേക്ക് മാറ്റാൻ വേണ്ടി ഒരു ചെറിയ സർവീസ് പാത്രത്തിലേക്ക് നമ്മൾ ഇത് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് ഇനി എന്തൊക്കെ ചെയ്യണം, നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അപ്പം ഇതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നിങ്ങൾ ഇത് അയച്ചു കൊടുക്കണം. പ്രത്യേകിച്ച് വിദേശത്തുള്ള ആൾക്കാർക്കൊക്കെ വളരെ എളുപ്പം ഉണ്ടാക്കാവുന്നതാണ്. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഒരു 1/2 കിലോ അയലയാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു 100 ഗ്രാം ചെറിയ ഉള്ളി, ഇല്ല എങ്കിൽ ഒരു സബോള, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ സ്പൂണ് കുരുമുളക് പൊടി, അതേപോലെ തന്നെ പെരിഞ്ജീരകം, അതുപോലെ തന്നെ നമ്മുടെ ഒരു തക്കാളി, 2 പച്ചമുളക്, ഇതൊക്കെ വെച്ച് നമ്മൾ ഉണ്ടാക്കും. ആദ്യത്തെ ഡിഷ് എല്ലാം ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡൈനിങ് ടേബിൾ നമ്മൾ കറി മാറ്റി വെച്ചിരിക്കുകയാണ്.
ഇതേപോലെ നമുക്ക് ഭംഗിയായിട്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള പൊറോട്ട വാങ്ങാം, ചപ്പാത്തിയാണ് ചപ്പാത്തി കൊടുത്ത് കഴിക്കാം, അല്ലെങ്കിൽ ചോറിൻ്റെ ഒപ്പം കഴിക്കാം, അല്ലെങ്കിൽ കപ്പയും എന്ത് ഡിഷ് ഉണ്ടെങ്കിലും ആ കൂട്ടി നമുക്ക് നമ്മുടെ സൂപ്പർ അയലക്കറിയും കൂട്ടി നമ്മൾ കഴിക്കും. അപ്പം ഓക്കെ, നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കുക. എനിക്കറിയാം നിങ്ങൾക്കൊക്കെ ഉണ്ടാക്കാൻ അറിയാമെന്നല്ല, എന്നപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് പരിശ്രമിച്ച് നോക്കുക. അപ്പം അടുത്തൊരു വീഡിയോ വരുന്നവരെ ഓക്കെ, ബൈ ബൈ.